സാങ്കേതിക തടസ്സം നേരിട്ടതിൽ ഖേദിക്കുന്നു. കല ഒരു ആരാധനയാകുമ്പോൾ അത് ദൈവത്തെ കൊണ്ടും മനുഷ്യനെ കൊണ്ടും സമൃദ്ധമാകുന്നു. കലാപരിപാടികൾക്ക് ഒരു മനോഹരമായ തുടക്കം നൽകാൻ വേദിയിൽ അവതരിപ്പിക്കുന്നു രംഗപൂജ. രംഗപൂജ അവതരിപ്പിക്കുവാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു അനു, പ്രാർത്ഥന, ഡെയ്സി, ജോമോൾ, ഐഡ, കാതറിൻ, ഏഞ്ചൽ, ദിയ ആൻഡ് ശോഭിത. നന്ദി ടീം രംഗപൂജ, നിങ്ങളുടെ മനോഹരമായ ആരാധനാരൂപിയായ തുടക്കം സമ്മാനിച്ചതിന്. നമ്മുടെ കർത്താവായ
യേശു ക്രിസ്തുവിൻ്റെ ദുഃഖവും ത്യാഗവും അതിനുശേഷമുള്ള മഹത്വപൂർണമായ പുനരുദ്ധാനവും പ്രതിഫലിപ്പിക്കുന്ന ഒരു മനോഹരമായ നൃത്തരൂപം അവതരിപ്പിക്കുന്നതിനായി അന്ന തങ്കച്ചനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആരാധനാഭാവത്തോടെ ഈ നൃത്തം നമുക്ക് അനുഭവിക്കാം. മർത്യനെ കാത്തിടണേ, ക്രൂശിതനേ മുത്തിതനേ, മർത്യനെ കാത്തിടണേ, എന്നെപ്പോലും പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ, എന്നെപ്പോലും പിടിക്കണമേ, മർത്യനെ കാത്തിടണേ. നന്ദി കുമാരി അന്ന തങ്കച്ചൻ. ഇന്ന് ഈ അനുഗ്രഹവേദിയിൽ ഒരു കുടുംബം ഒത്തുചേർന്ന് തങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഒരു ഗാനം നമുക്കായി സമർപ്പിക്കുന്നു. ഈ കുടുംബത്തിന്റെ കൂട്ടായ്മയും വിശ്വാസവും നമുക്കെല്ലാവർക്കും പ്രചോദനമാകട്ടെ. ശ്രീ ബിജു ജോസ് വെണ്ണിക്കണ്ടത്തിൽ ആൻഡ് ഫാമിലിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സ്തുതിച്ചുകൊണ്ട് നമ്മുടെ ശരീരം മുഴുവൻ ദേവാലയമായി സമർപ്പിക്കുന്ന വിശുദ്ധ കുരിശിന്റെ അടയാളം എന്ന ഒന്നാമത്തെ പ്രാർത്ഥനയുടെ ഒരു ആക്ഷൻ സോങ് അവതരിപ്പിക്കുന്നതിനായി കുഞ്ഞുമക്കളായ ഏഞ്ചൽ, ദിയ, ഐഡ, കാതറിൻ, ജുവന്ന എന്നിവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
തമ്പുരാനേ ഒരു അടിപൊളി ആക്ഷൻ സോങ് നമുക്ക് അവതരിപ്പിച്ച കുഞ്ഞുമങ്ങൾക്ക് ഒരുപാട് നന്ദി. അനുഗ്രഹവേദിയിൽ ഒരു കുടുംബം ഒത്തുചേർന്ന് തങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഒരു ഗാനം നമുക്കായി സമർപ്പിക്കുന്നു. ഈ കുടുംബത്തിന്റെ കൂട്ടായ്മയും വിശ്വാസവും നമുക്കെല്ലാവർക്കും പ്രചോദനമാകട്ടെ. വേദിയിലേക്ക് ക്ഷണിക്കുന്നു ശ്രീ ബിജു ജോസ് വെണ്ണിക്കണ്ടത്തിൽ ആൻഡ് ഫാമിലി.
നന്ദി ശ്രീ ബിജു വെണ്ണിക്കണ്ടത്തിൽ ആൻഡ് ഫാമിലി, മനോഹരമായ ഒരു കുടുംബഗാനം ഞങ്ങൾക്ക് നൽകിയതിന്. അടുത്തതായി ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് മലയാള സിനിമയിലെ ഒരു എക്കാലത്തെയും ഹിറ്റ് ഗാനമാണ്. കുട്ടികളുടെ പ്രിയപ്പെട്ട ഈ ഗാനത്തിന് ചുവടുകൾ വയ്ക്കുന്നത് നമ്മുടെ കൊച്ചു കൂട്ടുകാരുമാണ്. അവരുടെ താളത്തിനും ചുവടുകൾക്കും നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടാകണേ. സ്നേഹത്തോടെ വേദിയിലേക്ക് വരവേൽക്കുന്നു കെവിൻ, എബിൻ, റയാൻ, ജുവാൻ ആൻഡ് ജുവന്ന. ഞങ്ങളുടെ ജിങ്കിരി പട്ടാളങ്ങൾക്ക് ഒരുപാട് നന്ദി കേട്ടോ. ത്തിന്റെയും കീഴിൽ ഒറ്റപ്പെടുന്നവരെ ദൈവം എങ്ങനെയാണ് സമീപിക്കുന്നത് എന്നതിന്റെ ഉയർന്ന ഉദാഹരണമാണ് സമരിയാക്കാരിയുടെ കഥ. ആ വിശുദ്ധ കഥ ഒരു നാടക നൃത്ത ആവിഷ്കാരത്തിലൂടെ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു ശോഭിത ആൻഡ് രാജി.
വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലെ പ്രധാന കഥാപാത്രങ്ങളായ യേശുക്രിസ്തുവിനെയും ശമരിയക്കാരുടെ സ്ത്രീയെയും ആസ്പദമാക്കി കുമാരനാശാൻ രചിച്ച ചണ്ടാല ഭിക്ഷുകി എന്ന കവിത പ്രചുര പ്രചാരം നേടിയിട്ടുണ്ട്. ശമരിയ പട്ടണത്തിൽ സുഖാർ എന്ന സ്ഥലത്ത് ഒരു ശമരിയ സ്ത്രീ വെള്ളം കോരുവാൻ വന്നു. വഴി നടന്നു ക്ഷീണിച്ച യേശു ക്ഷീണം അകറ്റുവാനായി ആ സ്ത്രീയോട് ദാഹജലം ചോദിച്ചു. താൻ അധകൃതയായ സ്ത്രീയാണെന്നും തന്റെ കയ്യിൽ നിന്നും വെള്ളം കുടിക്കുന്നത് തെറ്റല്ലേ എന്നും ആ സ്ത്രീ യേശുവിനോട് ചോദിക്കുന്നു. എന്നാൽ സമത്വത്തിന്റെ സന്ദേശം ക്രിസ്തുദേവൻ ഇവിടെ പകരുന്നതാണ് ഈ സംഗീത ശില്പത്തിന്റെ ഇതിവൃത്തം. നട്ടുച്ച നേരത്ത് കിണറിന്റെ തീരത്ത് വെള്ളത്തേനായി ഞാൻ കാത്തിരിപ്പു. നാരി ഒരു പാത്രം ദാഹജലം നീ എനിക്കു നൽകൂ. അയ്യയ്യോ നീയൊരു യൂതൻ, ഞാൻ ഇന്നൊരു സമരായത്തി, ഞാൻ കോരിയ വെള്ളം തൊട്ടാൽ തീണ്ടലില്ലേ, ഞാൻ കോരിയ വെള്ളം തൊട്ടാൽ തീണ്ടലില്ലേ. അറിയുന്നില്ലേതും നീ എന്നോടു നീ ചോദിച്ചാൽ ജീവന്റെ ജലം കോരിത്തരുമല്ലോ ഞാൻ, ജീവന്റെ ജലം കോരിത്തരുമല്ലോ ഞാൻ. കയറില്ല പാളയമില്ല, നീ എങ്ങനെ വെള്ളം കോരും, ജീവന്റെ ജലം പിന്നെ എങ്ങനെ കിട്ടും, ജീവന്റെ ജലം പിന്നെ എങ്ങനെ കിട്ടും. ഞാൻ നൽകും നിത്യജലം നീ വിശ്വാസമിയെന്നു കുറിച്ചാൽ നാരി നിനക്കൊരു നാളും ദാഹിക്കില്ല, നാരി നിനക്കൊരു നാളും ദാഹിക്കില്ല. ആ ദിവ്യജലം നാഥ നൽകേണമെനിക്കൊരു പാത്രം, വീണ്ടും ഞാൻ വെള്ളം കോരാൻ പോരണ്ടല്ലോ, വീണ്ടും ഞാൻ വെള്ളം കോരാൻ പോരണ്ടല്ലോ. മഹിളെ നീ വീട്ടിൽ പോയി നിൻ കണവനെയും കൊണ്ടുവരൂ നീ, അപ്പോൾ ഞാൻ കോരി വിളമ്പാം ജീവന്റെ ജലം, അപ്പോൾ ഞാൻ കോരി വിളമ്പാം ജീവന്റെ ജലം. ഗുരുവേ നീ കോപിക്കരുതേ, വീട്ടിൽ ഞാൻ എന്തിനു പോകാം, എന്നില്ല സത്യമെനിക്കു ഭർത്താവില്ല, ഇല്ല സത്യമെനിക്കു ഭർത്താവില്ല. നീ ചൊന്നതു സത്യം തന്നെ, കണവന്മാരഞ്ചുണ്ടായി, ഇപ്പോഴുള്ളവനോ നിന്റെ ഭർത്താവല്ല, ഇപ്പോഴുള്ളവനോ നിന്റെ ഭർത്താവല്ല. നിൻഹിതമെൻ ജീവചരിത്രം നീ എങ്ങനെ സർവമറിഞ്ഞു, ദൈവകരം തെളിവായി നിന്നിൽ കാണുന്നു ഞാൻ, ദൈവകരം തെളിവായി നിന്നിൽ കാണുന്നു ഞാൻ. മകളെ നീ ശങ്കിക്കണ്ട, ദൈവത്തിൻ പുത്രൻ തന്നെ നിൻ മുന്നിൽ നിൽക്കുന്നു, നീ അറിഞ്ഞുകൊള്ളുക, നിൻ മുന്നിൽ നിൽക്കുന്നു, നീ അറിഞ്ഞുകൊള്ളുക. നാഥാ നിൻ തിരുമൊഴി കേൾക്കാൻ ഭാഗ്യമെനിക്കെങ്ങനെയുണ്ടായി, തൃപ്പാദം വിശ്വാസമോടെ വണങ്ങിടുന്നേ, തൃപ്പാദം വിശ്വാസമോടെ വണങ്ങിടുന്നേ. ഇല്ല. നന്ദി ശോഭിത ആൻഡ് രാജീവ്. മാതാവ് ഒരു പദം മാത്രമല്ല, ഒരു അനുഭവമാണ്. നമ്മുടെ ദുഃഖത്തിലും സന്തോഷത്തിലും
നമ്മെ കാത്തു നിൽക്കുന്ന ആ ആത്മീയ അമ്മയെക്കുറിച്ചുള്ള ഹൃദയസ്പർശിയായ ഒരു ഗാനം ആലപിക്കുന്നതിനായി ശ്രീമതി ആലീസ് കൊപ്പറമ്പിലിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ, അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ, ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ, ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. പറുദീസയായി അമ്മ ദൈവത്തിനു പാർക്കാൻ, പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാൻ. പറുദീസയായി അമ്മ ദൈവത്തിനു പാർക്കാൻ, പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാൻ. അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ, അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. മിഴികൾ നിറയുമ്പോൾ അമ്മ മഴവില്ലായി തെളിയും, മൊഴികൾ ഇടറുമ്പോൾ എന്നുടെ സ്വരമായി തീർന്നിടും. മിഴികൾ നിറയുമ്പോൾ അമ്മ മഴവില്ലായി തെളിയും, മൊഴികൾ ഇടറുമ്പോൾ എന്നുടെ സ്വരമായി തീർന്നിടും. ദുഃഖമകന്നിടുവാനമ്മേ പ്രാർത്ഥിച്ചിടണമേ, പാപമകന്നിടുവാനമ്മേ യാചിച്ചിടണമേ. ദുഃഖമകന്നിടുവാനമ്മേ പ്രാർത്ഥിച്ചിടണമേ, പാപമകന്നിടുവാനമ്മേ യാചിച്ചിടണമേ. അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ സ്വന്തം അമ്മ നീയേ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ, അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ സ്വന്തം അമ്മ നീയേ.
നന്ദി ശ്രീമതി ആലീസ് കൊപ്പറമ്പിൽ. ആശ്വാസം പകരുന്ന മാതാവിന്റെ സ്നേഹത്തെ ഒരു പ്രാർത്ഥന പോലെ ഞങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ചതിന്. കല്യാണത്തിന്റെ ആനന്ദ സന്ധ്യയിൽ സാധാരണമെന്നോ ചെറുതെന്നോ തോന്നിയ ഒരു പ്രശ്നത്തിൽ മാതാവായ മറിയത്തിന്റെ വിശ്വാസം നിറഞ്ഞ അഭ്യർത്ഥന, യേശുവിന്റെ സമാധാനമായ അത്ഭുതം, ഇതെല്ലാം ചേർന്നപ്പോൾ കാനായിലെ കല്യാണ വീട്ടിൽ അരങ്ങേറിയത് യേശുവിന്റെ ആദ്യ അത്ഭുതവും. ഒരു കല്യാണ വീട്ടിൽ തലേ ദിവസം സാധാരണമായി നടക്കുന്ന ചില സംഭവങ്ങളും യേശുവിന്റെ അത്ഭുതവും ചേർന്നപ്പോഴുള്ള കാനായിൽ നടന്ന കല്യാണ വിരുന്നിന്റെ ഒരു നൃത്താവിഷ്കാരം നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു ഏഞ്ചൽ, ഐഡ, കാതറിൻ, ആൻഡിയ. Dilla dilla dum dum, dilla dilla, dilla dilla dum dum, dilla dilla. Dilla
ഈശോയും അമ്മ മേരിയും ഉണ്ട് ആ വിരുന്നിൽ മോദമായി. ദില ദില ദും ദും ദില ദില ദും ദില ദില ദും ദും ദില ദില ദും ദില ദില ദും ദും ദില ദില ദും ദില 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 ദില. വളരെ രസകരമായ ഒരു അത്ഭുത പ്രവൃത്തിയെ നമുക്ക് മുന്നിൽ ഇത്ര ചിരിയോടുകൂടി അവതരിപ്പിച്ച മക്കൾക്ക് നന്ദി. നമ്മുടെ പൈതൃകത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ഒരു വിശ്വാസ നൃത്തം. കൈകളിൽ ദൈവം, കാലുകളിൽ ആചാരങ്ങൾ. നമ്മുടെ മാതൃഭാഷയിലും പാരമ്പര്യ പാട്ടുകളിലും പിറന്ന മാർഗങ്ങളെ കുറിച്ച് തന്നെയാണ് കേട്ടോ പറയുന്നത്. പഴമയുടെ പാരമ്പര്യം ഒരു ചെറിയ പുതുമയോടെ, എന്നാൽ അതിന് മുഴുവൻ ഭംഗിയോടെ തന്നെ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ എത്തുന്നു ഡെയ്സി, നിമിഷ, ജോസ്ന, കുഞ്ഞുമോൾ, റാണി, ജിജി, വിനീത, ജോളി, ലിഡിയ ആൻഡ് ജോമോൾ. നിമ്പകപ്പ് കുമ്പിടും പിന്നൊരുത്തി വന്നല്ലോ കർപ്പൂരപ്പന്തലില് പുഞ്ചിരിച്ച് പുത്തനൊളി പരത്തി അഞ്ജനവും കുരിയും തിരുത്തി ചമയിച്ച് നല്ല ചന്തം വരുത്തി വെള്ളയും കരിമ്പടവും തിരുത്തി വെണ്ണവളെ മങ്കമാർഗം തിരുത്തി വന്നജനമെല്ലാവരും ചൊല്ലുന്നു മണ്ണിലെ ഇങ്ങനെ ചേരുള്ള മറ്റൊരുത്തി വന്നല്ലോ കണ്ടില്ലേ കർപ്പൂരപ്പന്തലില് ചെമ്പകപ്പ് കുമ്പിടും പെണ്ണൊരുത്തി വന്നല്ലോ കർപ്പൂരപ്പന്തലിൽ പുഞ്ചിരിച്ച് പുത്തനൊളി വരത്തി. എന്തിനായി മന്ദമാർത്തി ചെന്താമരട്ടൈ പടം മുടുന്നു മൈലാഞ്ചി തൊഴി മൈലാഞ്ചി അമ്പ പണ്ട് ചെയ്ത പാപം തീരാനീച്ചോ കൽപ്പിച്ച് സമ്മതി മൈലാഞ്ചി കേൾപ്പൊഴി മൈലാഞ്ചി സകല മകളുപതിന് മണിയുടെ മഹിമകളൊഴുകി കഴിപ്പിച്ച് പതിവുകൾ നടത്തി കാണുമ്പോൾ മനോഹരം പ്രസിദ്ധ കൂടണം കുറ്റം പൊറുത്ത് വന്നല്ലോ കണ്ടില്ലേ നാളെയാണ് പെൺകൊടിക്ക് സന്ദേശരി നീതൻ വിധിച്ചത് പൂക്കാലി മിന്നുമണി പൂക്കാലി മന്ത്രകോടി നൂറ്റനൂലിൽ നല്ലോരേഴ് നൂലു പിരിച്ചത് പൂക്കാലി കൊഴുക്കണം പൂക്കാലി കർപ്പൂരപ്പന്തലില് ചെമ്പകപ്പ് കുമ്പിടും പിന്നൊരുത്തി വന്നല്ലോ കർപ്പൂരപ്പന്തലില് പുത്തിരിച്ച് പുത്തനൊളി പരത്തി അഞ്ജനവും കക്കുരിയും നിരത്തി ചമയിച്ച് നല്ല ചന്തം വരുത്തി വെള്ളയും കരിമ്പടവും തിരുത്തി പെണ്ണവളെ മന്ദമാർഗം തിരുത്തി വന്നജനമെല്ലാവരും ചൊല്ലുന്നു മണ്ണിലെ ഇങ്ങനെ ചേരുള്ള മറ്റൊരുത്തി ആൺപെണ്ണുകൾ തമ്പി മണ്ണിൽ ആലാഹനായ
എല്ലാവരും നല്ലൊരു കൈയടി കൊടുക്കണേ. കുറേ നാളത്തെ അവരുടെ അധ്വാനം ഇപ്പം നമ്മൾ ഈ വേദിയിൽ കണ്ടത്. മാർഗംകളി എന്ന പാരമ്പര്യ കലയെ ഇത്ര ഭംഗിയിൽ അവതരിപ്പിച്ച എല്ലാ ചങ്ങാതിമാർക്കും നന്ദി. വാർദ്ധക്യം ഒരു ശാപമല്ല. ഭൂമിയിൽ പിറന്ന എല്ലാവരെയും അത് തേടിയെത്തും. എന്നാൽ പുതിയ കാലത്തെ മനുഷ്യർ അത് ബോധപൂർവം വിസ്മരിക്കുന്നു. അതിന്റെ തെളിവുകളാണ് ഇന്ന് പെരുകിക്കൊണ്ടിരിക്കുന്ന വൃദ്ധസദനങ്ങളും അവിടെ ശരണാർത്ഥികളാകുന്ന വൃദ്ധരുടെ എണ്ണത്തിലെ വർധനയും. ഇപ്പോൾ അഭിമാനിക്കുന്ന യുവത്വം ഏറെക്കാലം നിലനിൽക്കില്ല എന്ന യാഥാർത്ഥ്യബോധം സ്വന്തം മാതാപിതാക്കൾക്ക് കഴിവിന്റെ തണലേകാൻ രക്ഷിതാക്കൾ ഉപദേശിക്കുന്ന മക്കൾക്ക് ഉൾപ്രേരണയാവട്ടെ. ഇപ്പോൾ ഈ വേദിയിൽ ഒരു ചെറിയ സ്കിറ്റ് അവതരിപ്പിക്കുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു സിജി, ബേബി, പൗളി, ജിജി, രാജി ആൻഡ് ആലസ്. ഹലോ, പറയടി മോളെ, എന്തോ ഉണ്ട് വിശേഷം? എല്ലാരും സുഖമായിരിക്കുന്നോ? നിങ്ങൾ ഇങ്ങോട്ട് വരുന്നില്ലയോ ക്രിസ്മസ് ആയിട്ട്? അമ്മച്ചി, ഞാനിന്ന് വരുന്നുണ്ട്. ചേച്ചിയും വരുന്നുണ്ടല്ലോ. ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് കുറേ നാളായി. സന്തോഷമായി മക്കളെ, നിങ്ങളെ കാണാൻ കൊതിയായി. എന്റെ ദൈവമേ, എന്റെ മക്കള് രണ്ടുപേരും ഒരുമിച്ച് വരുന്നു. എടി അന്നക്കൊച്ചേ, ഇങ്ങോട്ട് വന്നെടി. എന്താ അമ്മച്ചി രാവിലെ ഇത്ര സന്തോഷം? എടി, എന്റെ മക്കള് രണ്ടുപേരും വരുന്നുണ്ട്. നീ പോയി താറാവിനെ വാങ്ങിച്ച് കുറച്ച് കരിമീനും കൊഞ്ചും ഒക്കെ വാങ്ങിയിട്ട് വാ. എന്റെ മക്കൾക്ക് ഒന്നിനും ഒരു കുറവും വേണ്ട. നീ ചന്തയിൽ പോയി കാണുന്നവരോടൊക്കെ വർത്താനം പറഞ്ഞ് നിൽക്കാതെ ഓടി വരണം. ഒരു ഓട്ടോ പിടിച്ച് എളുപ്പം പോയിട്ട് വാ. ഞാൻ ആരോട് വർത്തമാനം പറയാനാ അമ്മച്ചി? എന്റെ അമ്മച്ചിയുടെ കാര്യങ്ങൾ ചോദിക്കാനല്ലേ എന്നെ ഓരോരുത്തർ പിടിച്ചു നിർത്തുന്നത്? എനിക്ക് എന്ത് നന്മയാടിയേ ഉള്ളത്? നീ വേഗം പോയിട്ട് വാ. എന്റെ പുന്നാര അമ്മച്ചി, ഞാൻ ഇപ്പം വന്നോളാം. രശ്യാമേ, എന്തുവാടി നിനക്ക് ഇത്ര സന്തോഷം? എടി പെണ്ണമ്മേ, എന്റെ മക്കള് രണ്ടുപേരും ഇന്ന് വരുന്നടി, അതിന്റെ സന്തോഷമാ. പിള്ളേർ വരുമോടി? കുഞ്ഞുങ്ങളെ കൊണ്ടുവരുമോ അതോ അവർ തന്നെയാണോ? അതൊക്കെ ഒരു സർപ്രൈസ് ആണെന്നാ പറഞ്ഞേ. അതൊക്കെ ഇരിക്കട്ടെടി, അന്നക്കൊച്ച അടുത്ത ആഴ്ച പോകുമല്ലേ? അപ്പൊ പിന്നെ നിനക്ക് ആരുണ്ട് ത്രേസ്യാമ്മയെ കൂട്ട്? അതിനല്ലേ എന്റെ മക്കള് വരുന്നത്, ഞാൻ അവരുടെ കൂടെ അങ്ങ് പോകും. അതിരിക്കട്ടെ, നീ ഓസ്ട്രേലിയയിലേക്കാണോ അതോ ജർമ്മനിയിലേക്കാണോടി? അവര് വരട്ടടി, അത് കഴിഞ്ഞ് തീരുമാനിക്കാം അതൊക്കെ. നീ ഇത്ര പെട്ടെന്ന് വന്നോ? എല്ലാം കെട്ടിയോടി? കിട്ടി അമ്മച്ചി, നല്ല സൂപ്പർ സാധനങ്ങളാണ് എല്ലാം. കരിമീൻ പിടിക്കുന്നത് അമ്മച്ചിക്ക് കാണണോ? വേണ്ട, നീ ചെന്ന് എളുപ്പം എല്ലാം ഉണ്ടാക്ക്, പിള്ളേർ വരുന്നതിന് മുമ്പ്. ഇതൊക്കെ ആണെങ്കിലും അന്നക്കൊച്ച് നിനക്ക് നല്ലൊരു കൂട്ടായിരുന്നില്ലയോടി? അവൾ അങ്ങ് പോകുമല്ലേ? അവൾ എൻ്റെ കൂടെ കൂടിയിട്ട് 10 വർഷമായി. അവൾക്കും വേണ്ട ഒരു ജീവിതം. അതിനടി ഞാൻ തന്നെ ഒരു പയ്യനെ കണ്ടുപിടിച്ച് ഞാൻ തന്നെ അവിടെ വിവാഹം നടത്തി കൊടുത്തത്. 2-3 ദിവസം കഴിഞ്ഞാൽ അവൻ അവളെ കൂട്ടിക്കൊണ്ട് പോകാൻ വരും. അവളും എനിക്ക് എൻ്റെ മകളെ പോലെ തന്നെ അടി. നിന്നെ പോലെ നല്ല മനസ്സുള്ള ഒരാളെ ഈ കാലത്ത് കണ്ടു കിട്ടുമോടി? നമ്മൾ ജീവിക്കുമ്പോൾ ആർക്കെങ്കിലും ഒരു നന്മ ചെയ്യുക, അതിപ്പരം സന്തോഷം എന്താ ഉള്ളേ? എടി ത്രേസ്യാമേ, എനിക്ക് നിന്റെ അടുത്ത് വന്ന് കുറച്ച് സമയം ഇരിക്കുമ്പോഴാണെടി ഒരു സന്തോഷം. നീ അങ്ങ് പോയാ പിന്നെ ഞാൻ എന്ത് ചെയ്യുമെടി? എന്നാൽ ഇത് കുടിച്ചിട്ട് രണ്ടുപേരും കൂടി പരദൂഷണം പറ. നീ എന്താ പറഞ്ഞേ? ഞങ്ങൾ പരദൂഷണം പറയുന്നെന്നോ? അമ്മച്ചി, ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ. അമ്മച്ചി എന്റെ ദൈവമല്ലേ. ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്റെ അമ്മച്ചി ഉള്ളത് കൊണ്ടല്ലേ. നിന്ന് ചിണുങ്ങാതെ പോടി. ആ താറാവ് മപ്പാസ് റെഡിയായോ? മിനിമോക്ക് താറാവ് മപ്പാസ് വലിയ ഇഷ്ടമാ. അയ്യോ എന്റെ പൊന്നു ടീച്ചറമ്മേ, എല്ലാം റെഡിയാണേ. എന്നാ ഞാൻ പോകട്ടെടി. ഇനി എത്ര ദിവസം അന്നക്കൊച്ചിന്റെ ചായ കുടിക്കാനാ? എന്റെ പ്രിയപ്പെട്ടവരുടെ അടുത്ത് എത്ര നേരം വന്ന് ഇരിക്കാനാ? വിടു പിള്ളാരെ, എന്നെ തള്ളിയിടാതെ. ഈ പിള്ളേരുടെ ഒരു കാര്യം. ഞങ്ങൾ അമ്മച്ചിയെ കണ്ടിട്ട് എത്ര നാളായി. അമ്മച്ചിയെ കാണാനല്ലേ ഞങ്ങൾ ഓടി വന്നത്. നിങ്ങൾ കുഞ്ഞുങ്ങളെ ഒന്നും കൊണ്ടുവന്നില്ലയോ മക്കളെ? എന്റെ കൊച്ചുമക്കളെ കണ്ടിട്ട് എത്ര നാളായി. എന്റെ അമ്മച്ചി, പിള്ളേർക്ക് ഈ സ്ഥലം ഒന്നും ഇഷ്ടമല്ല. അവർക്ക് ഇവിടുത്തെ ക്ലൈമറ്റ് ഒന്നും പിടിക്കില്ല.
ഇവിടുത്തെ ആളുകളെയും ഇഷ്ടമല്ല. സാരമില്ല മക്കളെ, അന്നെക്കൊച്ച് നാളെ പോവല്ലേ. ഇനി ഞാൻ തനിയെ ഒറ്റയ്ക്ക് ഇവിടെ ഇരുന്ന് എന്തോ ചെയ്യാനാ? എനിക്ക് അന്നേ ഒരാളുടെ സഹായമില്ലാതെ പറ്റത്തുമില്ല. ഞാൻ അങ്ങോട്ട് വന്ന് കണ്ടോളാം എൻ്റെ കൊച്ചുമക്കളെ. ശരി ശരി, അമ്മച്ചി അകത്തേക്ക് പോയി റെസ്റ്റ് എടുക്കുക, ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ. എടി, അമ്മച്ചിയെ ഞാൻ മനഃപൂർവ്വം പറഞ്ഞു വിട്ടതാ. നിനക്ക് അമ്മച്ചിയെ കൂടെ കൊണ്ടുപോകാൻ പറ്റുമോ? എനിക്ക് പറ്റില്ല. അവിടെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു ലൈഫ് സ്റ്റൈലുണ്ട്, അത് അമ്മച്ചിക്ക് പറ്റില്ല. ചേച്ചി എന്തുവാ ഈ പറയുന്നത്? നമ്മൾ അവിടെ വെച്ച് ഫോണിൽ പറഞ്ഞതല്ലേ അമ്മച്ചിയെ നോക്കാനും ചുമക്കാനും ഒന്നും എനിക്ക് പറ്റില്ല. എന്നാ പിന്നെ നമുക്ക് നാളെ തന്നെ നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ അമ്മച്ചി അവിടെ ആക്കാം. നമ്മൾ എന്തു പറഞ്ഞു കൊണ്ടുപോകും ചേച്ചി? അമ്മച്ചി വരുമോ? നമ്മൾക്ക് ടൂർ പോവുകയാണെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോകാം. എന്നാൽ ഓക്കെ, എല്ലാം നാളെ തന്നെ ചെയ്യണം. എന്നിട്ട് നമ്മൾക്ക് ഒന്ന് കറങ്ങാൻ പോകണം. ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ഒന്ന് അടിച്ചു പൊളിച്ച് നമുക്ക് തിരികെ പോകാം. ചേച്ചി മിണ്ടായിരി, അമ്മച്ചി വരുന്നു. വാ മക്കളെ, നമുക്ക് വല്ലതും കഴിക്കാം. നിങ്ങൾ വന്നിട്ട് കുറേ നേരമായില്ലേ, വിശക്കുന്നില്ലയോ? അമ്മച്ചി ഞങ്ങൾ വരിക. അതിനു മുമ്പേ ഒരു കാര്യം, അന്നെക്കൊച്ച നീ ഇന്ന് തന്നെ പോയിക്കോ. ഞങ്ങൾ നാളെ അമ്മച്ചിയും കൂടെ ടൂറിന് പോവുക. അമ്മച്ചി, ഈ ചേച്ചി പറയുന്നത് കേട്ടോ? ഞാൻ എൻ്റെ അമ്മച്ചിയുടെ കൂടെ ഇന്നുകൂടിയേ ഉള്ളൂ. നാളെ എൻ്റെ ഇച്ചായൻ എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വരും. ഞാൻ നാളെ പൊക്കോളാം. അമ്മച്ചി ഒന്ന് പറ അമ്മച്ചി. അത് മതി കൊച്ചേ, നീ വിഷമിക്കാതെ. ഞങ്ങൾ ഇറങ്ങുമ്പോൾ നീയും അങ്ങ് ഇറങ്ങിക്കോ. എന്നാ വാ, വല്ലതും കഴിക്കാം. എന്താ മക്കളെ, നിങ്ങൾ ഇവിടെ ആണോ ടൂറെന്നും പറഞ്ഞ് എന്നെ കൊണ്ടുവന്നത്? ഇവിടെ ഈ ആരോരും ഇല്ലാത്തവരുടെ കൂടെ ക്രിസ്മസും ന്യൂ ഇയറും ആഘോഷിക്കാൻ നിങ്ങൾക്ക് തോന്നിയല്ലോ. എന്താ മക്കളെ, നിങ്ങൾ ഇവിടെ ആണോ ടൂറെന്നും പറഞ്ഞ് എന്നെ കൊണ്ടുവന്നത്? ഇവിടെ ഈ ആരോരും ഇല്ലാത്തവരുടെ കൂടെ ക്രിസ്മസും ന്യൂ ഇയറും ആഘോഷിക്കാൻ നിങ്ങൾക്ക് തോന്നിയല്ലോ. ദൈവത്തിന് സ്തോത്രം. അല്ല, ആരിത് ടീച്ചറമ്മയോ? മക്കളും ഉണ്ടല്ലോ, എന്തു പറ്റി എല്ലാവരോടും ഇങ്ങോട്ട് വരാൻ? അല്ല, അമ്മച്ചിയെ അറിയാമോ? അറിയാമോ എന്നോ? അമ്മച്ചി ഇവിടെ എല്ലാ വിശേഷ ദിവസവും വരുന്നതല്ലേ. ഞങ്ങൾക്ക് എന്തെല്ലാം സഹായം ചെയ്തു തന്നിരിക്കുന്നു. എല്ലാവരും എന്തു പറയുന്നു? സുഖമായിരിക്കുന്നോ? എല്ലാവരും സുഖമായിരിക്കുന്നു ടീച്ചറമ്മേ. പിന്നെ എന്തുണ്ട് ടീച്ചറിന് വിശേഷം? ഓ, വിശേഷമൊന്നുമില്ല. ഈ പിള്ളേർ എന്നെ കൂട്ടിക്കൊണ്ട് വന്നതാ. ഓ, ഞങ്ങൾക്ക് സമാധാനമായി. ഞങ്ങൾ അമ്മച്ചിയെ ഇവിടെ ആക്കുവാൻ വന്നതാ. അമ്മച്ചിയുടെ സെർവൻ അവളുടെ ഹസ്ബൻഡിന്റെ കൂടെ പോയി. അത് അമ്മച്ചിയുടെ അഹങ്കാരം കൊണ്ടല്ലേ ആ വേലക്കാരിയെ കെട്ടിച്ചു വിടാൻ പോയത്. അല്ലെങ്കിൽ അവൾ അമ്മച്ചിയെ നോക്കിയേനെ. ഞങ്ങൾക്ക് അമ്മച്ചിയെ നോക്കാനൊന്നും നേരമില്ല. അമ്മച്ചി ഞങ്ങളുടെ സ്റ്റാറ്റസിന് ചേരില്ല. എഴുന്നേക്കടി. നിനക്കൊക്കെ ആരുണ്ടാക്കി തന്നാടി ഈ സ്റ്റാറ്റസ് ഒക്കെ? തന്തയാര് തള്ളയാരെന്നറിയാതെ ഈ രണ്ടെണ്ണം. മാഡം ഒന്നും പറയല്ലേ. ടീച്ചറമ്മയൊന്നും മിണ്ടാതിരിക്കെ. ഇവൾമാരെ അങ്ങനെ അങ്ങ് വിട്ടാൽ പറ്റില്ലല്ലോ. നിങ്ങൾക്കത് വട്ടുണ്ടോ? മര്യാദയ്ക്ക് സംസാരിക്കണം. ഞങ്ങൾ തന്തയും തള്ളയില്ലാത്തവരൊന്നുമല്ല. ഈ നിൽക്കുന്നത് ഞങ്ങളുടെ അമ്മ. പപ്പയെ ഞങ്ങൾ കണ്ടിട്ടില്ല, മരിച്ചുപോയി എന്നാണ് അമ്മച്ചി പറയുന്നത്. എന്നാൽ രണ്ടും കേട്ടോ, ഈ നിൽക്കുന്നത് നിങ്ങളുടെ അമ്മയുമല്ല. ഈ ടീച്ചർ കല്യാണം കഴിച്ചിട്ടുമില്ല. ഓരോ ക്രിസ്മസ് ദിനത്തിലും അമ്മ തൊട്ടിൽ നിന്ന് കിട്ടിയ 2 കുഞ്ഞുങ്ങളായിരുന്നു നിങ്ങൾ രണ്ടും. രണ്ടുപേരെയും ഈ ടീച്ചർ സ്വന്തം മക്കളായി വളർത്തി. നിങ്ങൾക്ക് വേണ്ടി അവർ അവരുടെ ജീവിതം മാറ്റിവെച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് അവർ ഭാരമായി അല്ലേ? ഹലോ അന്നക്കൊച്ചേ, എന്തുവാടി? അമ്മച്ചി എവിടെയാ? പോകുന്നതിന് മുമ്പ് എനിക്ക് അമ്മച്ചിയെ ഒന്നുകൂടി കാണണം. മോളെ, ഞാൻ ഇവിടെ ഈ സ്നേഹസദനത്തിലാ. എന്താ അമ്മച്ചി കേൾക്കുന്നത്? അമ്മച്ചി അവിടെ നിൽക്കാൻ, ഞാൻ ഇപ്പൊ വരാം. അമ്മച്ചി, ഇത്രയും നാളായിട്ട് ഞങ്ങളിതൊന്നും അറിഞ്ഞില്ലല്ലോ. അമ്മച്ചി ഞങ്ങളോട് ക്ഷമിക്കണം. എന്നിട്ട് ഞങ്ങളുടെ കൂടെ വരണം. ഇനി ഞങ്ങൾ അമ്മച്ചിയെ ഉപേക്ഷിക്കില്ല. സാരമില്ല മക്കളെ, ഇതൊക്കെ ഇപ്പോൾ ലോക സഹജമല്ലേ. അമ്മയും അപ്പനും പ്രായമാകുമ്പോൾ ആർക്കും വേണ്ട. അപ്പനും അമ്മയും അവർക്കൊരു ഭാരമാ. നിങ്ങളൂടെ വരുന്നില്ല? ടീച്ചറമ്മ ഇവിടെ നിന്നോ, ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കോളാം. അമ്മച്ചിയെ ഞാൻ കൊണ്ടുപോക്കോളാം. എൻ്റെ ഇച്ചായനും എന്നോട് പറഞ്ഞതാ. അമ്മച്ചിയുടെ മക്കളുള്ളപ്പോൾ ഞാൻ എങ്ങനെ പറയൂ അമ്മച്ചിയെ ഞാൻ നോക്കിക്കൊള്ളാമെന്ന്? അമ്മച്ചി ഞങ്ങളുടെ കൂടെ വരണം. ശരി മോളെ, നിന്റെ കൂടെ ഞാൻ വരാം. നിനക്കൊരു ഭാരമായിട്ട് തോന്നുമ്പോ എന്നെ ഇവിടെ കൊണ്ട് വിട്ടാ മതി. അമ്മച്ചി ഞങ്ങളുടെ കൂടെ വന്നാൽ മതി. ഇല്ല മക്കളെ, ഇവളും എനിക്ക് നിങ്ങളെ പോലെ തന്നെയാ. നിങ്ങൾ സുഖമായി ജീവിക്ക്, അത് കേട്ടാ മതി എനിക്ക്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സമൂഹത്തിലുള്ള സ്ഥാനം കാക്കാൻ അമ്മയെ ഉപേക്ഷിക്കുന്ന ജീവിതം വിജയമാണോ എന്ന് നമ്മെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ച സ്കിറ്റ് അവതരിപ്പിച്ചവർക്ക് നന്ദി. ഗാനം ദൈവത്തെ സ്തുതിക്കാൻ ഏറ്റവും മനോഹരമായ വഴികളിലൊന്നാണ്. അത്തരമൊരു ഗാനം ആലപിക്കുന്നതിനായി ശ്രീ ജോമോൻ ജോസ് ആഞ്ഞിരിക്കലിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
ഒരു മഴയും തോരാതില്ല, ഒരു കാറ്റിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. തിരമാലയിൽ ഈ ചെറുതോണിയിൽ, തിരമാലയിൽ ഈ ചെറുതോണിയിൽ എന്നരികെ അവനുള്ളതാ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ആട്ടങ്ങളാതിരുന്നിട്ടില്ല. മഴയും കൊള്ളുന്ന വെയിലും എല്ലാം നാഥന്റെ സമ്മാനമാം. മഞ്ഞും മഴയും കൊള്ളുന്ന വെയിലും എല്ലാം നാഥന്റെ സമ്മാനമാം. എൻ ജീവിതത്തിനു നന്നായി വരാനായി എൻ പേർക്ക് താതൻ ഒരുക്കുന്നതാം. എൻ ജീവിതത്തിന് നന്നായി വരാനായി എൻ പേർക്ക് താതൻ ഒരുക്കുന്നതാം. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. മുള്ളും കൊള്ളുന്ന വഴിയിൽ എന്നോട് കൂടെ നടക്കുന്നവൻ, കല്ലും മുള്ളും കൊള്ളുന്ന വഴിയിൽ എന്നോട് കൂടെ നടക്കുന്നവൻ, എൻ പാദമിടറി ഞാൻ വീണുപോയാൽ എന്നെ തോളിൽ വഹിക്കുന്നവൻ, എൻ പാദമിടറി ഞാൻ വീണുപോയാൽ എന്നെ തോളിൽ വഹിക്കുന്നവൻ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. തിരമാലയിൽ ഈ ചെറുതോണിയിൽ, തിരമാലയിൽ ഈ ചെറുതോണിയിൽ അമരത്തിനരികെ അവനുള്ളതാ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല. ഒരു സൂപ്പർ സോങ്ങുമായി നമ്മെ ആസ്വദിപ്പിച്ച ശ്രീ ജോമോൻ ജോസ് ആതിരിക്കലിന് നന്ദി. ശബ്ദം ആത്മാവിന്റെ പ്രതിബിംബമാണ്.
ഇപ്പോൾ ആ ആത്മാവിനെ തൊടുന്ന സ്നേഹഗാനത്തിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു പ്രാർത്ഥന ബിജു വെണ്ണിക്കണ്ടത്തിൽ. ആലക്കോണിലെ മിന്നി നിന്നൊരമ്പിളി അമ്പിളിക്കലയ്ക്കുള്ളില് ചോര കൺമുയൽ ഇങ്ങു നീലത്തുരുത്തില് നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളിക്കലയ്ക്കുള്ളില് ആമ കുഞ്ഞനോ ആമ കുറുമ്പനെന്ന് നെഞ്ചത്ത് വെച്ചില ചെല്ലവുമാ തല വലിഞ്ഞു കയറി തുരുത്തില്ലെങ്ങോ പതുങ്ങിയെന്നോ താരക്കുളത്തുള്ളോരാ കിളർക്കും വെറ്റില ചെല്ലത്തിനോ ഭൂമി അപ്പാടെ മൂടും അത്രയും വെറ്റിലയിട്ടു വയ്ക്കാം കുഞ്ഞിളം ഭാവി കഥ കേട്ട് മെല്ലെ മിഴി പൂട്ട് മാറിൻ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നി തളരാതെയോമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര് നീ നടന്നു പോകുമാ നീണ്ടു നീണ്ട പാതയിൽ കൈവിരൽ പിടിക്കുവാൻ കൂടെയാരി നീ എതിരി നിന്നതേറുമേ താനെ അങ്ങു നീക്കുവാൻ ചാലു തീർത്തുമെത്തുമേ നീരുരുക്കുകൾ തൊട്ടു തലോടിക്കൊണ്ട് കാറ്റിലെ നൊമ്പരം മാറ്റിടുവാ ആകാശ നക്ഷത്രങ്ങൾ ദിക്കെല്ലാം തെറ്റാതെ കാട്ടിത്തരും മൂടും നീരുണ്ടകറ്റാൽ നീ എന്നും മുന്നിൽ തെളിഞ്ഞുണരും നീ എന്നാടിപ്പെടുത്ത് മണ്ണൂര കാടാക്കി മാറ്റിത്തരും കുഞ്ഞിളം ഭാവി കഥ കേട്ട് മെല്ലെ മിഴി പൂട്ട് മാറി ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നി തളരാതെയോമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര്. താങ്ക് യു. മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് ഗാനം നമുക്കായി പാടിയ പ്രാർത്ഥന ബിജു വെണ്ണിക്കണ്ടത്തിന് നന്ദി. അടുത്തതായി 100 ആടുകളിൽ ഒന്നിനെ കാണാതായപ്പോൾ അതിനെ തേടിപ്പോയ നല്ലിടയനെ അനുസ്മരിച്ചുകൊണ്ട് 3 തലമുറക്കാർ ഒരേ വേദിയിൽ പ്രായഭേദമന്യേ അവതരിപ്പിക്കുന്ന ഒരു കിട്ടില്ലൻ ആക്ഷൻ സോങ്. കാണാതായ ആ ഒരു ആടിനെ തേടി നടക്കുന്ന കുറച്ച് നല്ലിടയരെ നമുക്കൊന്ന് ആസ്വദിക്കാം. വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഐറ, കാതറിൻ, ശോഭിത, റാണി, വിനീത, ലിഡിയ, ബേബി, പൗലി, ആലിസ് and Rosalie. Thank you.
ചേച്ചിമാർക്കും അമ്മച്ചിമാർക്കും കുറേ നന്ദി നല്ലൊരു ആക്ഷൻ സോങ് അവതരിപ്പിച്ചതിന്. ഒരു ഗാനം ആലപിക്കുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു ശ്രീ ജോഷി കളരിക്കുന്നേൽ. ഹലോ.
ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു ഗായകനായിരിക്കും ഇപ്പൊ ഗാനം ആലപിച്ചത്. നന്ദി ശ്രീ ജോഷി പീറ്റർ കളരിക്കുന്നേൽ. അടുക്കളയിൽ ഉണ്ടാകുന്ന പാത്രങ്ങൾ ഒരു സംഗീത യാത്രയ്ക്ക് വേണ്ട ഉപകരണങ്ങളായി മാറുമ്പോൾ അത് നമുക്ക് തരുന്ന ചിരിയും ആനന്ദവും നിറച്ച രസകരമായ ഒരു കിച്ചൺ മ്യൂസിക് ആയാലോ? കാണാം, ആസ്വദിക്കാം. സേക്രഡ് ഹാർട്ട് കുടുംബ യൂണിറ്റിലെ അംഗങ്ങൾ അവതരിപ്പിക്കുന്ന കിച്ചൺ മ്യൂസിക്. എന്റെ ആരാധകരെ, ഞാൻ പാടുന്നതിനിടയ്ക്ക് പൊന്നാട, ജണ്ട്, റീത്ത്, ഹാരം, നോട്ടുമാല, നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. രാത്രികൾ പകലുകളാക്കി, പകലുകൾ ഗാത്രികളാക്കി ഏകാന്തതയുടെ നിശബ്ദതയിൽ നിന്നും പെറുക്കിയെടുത്ത ഈ ഗാനത്തിന് പണ്ടെങ്ങോ കേട്ടു മറന്ന ഏതെങ്കിലും ഒരു പാട്ടുമായി സാമ്യം തോന്നിയാൽ അത് കേവലം യാദൃച്ഛികം മാത്രമാണ്. ഞാൻ തുടങ്ങട്ടെ. അർത്തുങ്കലെ പള്ളിയിൽ ചെന്നിട്ട് ഈശോയെ കണ്ടിട്ടും നോശാന പാടാം. അർത്തുങ്കലെ പള്ളിയിൽ ചെന്നിട്ട് ഈശോയെ കണ്ടിട്ടും നോശാന പാടാം. അത്രത്തോളം മക്കളാം നമ്മളെ കർത്താവ് കാക്കുവാൻ കുർബാന കൂടാം. ആത്മാവിമാറിൽ തുറക്കാം, അൽത്താരയ്ക്കുള്ളിൽ തുടിക്കാം, അനുതാപമുള്ളിൽ നിറയ്ക്കാം, അവിടേക്കതെല്ലാം കൊടുക്കാം. ദൈവത്തിന്റെ കുഞ്ഞാടിനോടത്ത് ജീവിതം കൊന്നുതീരാം. എന്റെ പുതിയ ഗാനം കേട്ടോ. പാൽക്കാരി പെണ്ണെ പാലൊന്നു തായോ, പാലത്തിൽ കൂടെ പാഞ്ഞൊന്നു വായോ. എങ്ങനെയുണ്ട് എന്റെ പാപ്പാ പ്രാസ? നിങ്ങൾ ഇത്രയും കഴിവുള്ളതാണെന്ന് ആർക്കും എന്നെ തടുക്കാനാവില്ല. പാൽക്കാരി പെണ്ണെ പാലൊന്നു തായോ, പാലത്തിൽ കൂടെ പാഞ്ഞൊന്നു വായോ. പാൽക്കാരി പെണ്ണെ പാലൊന്നു തായോ, പാലത്തിൽ കൂടെ പാഞ്ഞൊന്നു വായോ. പാടിയ പാട്ട് നീ കേട്ടോ. കരഞ്ഞ വെച്ച കോയിന്റെ മണം ചേട്ടാ കുറച്ച് ചോറിട്ടെ. വേണ്ട. ലേശം മോര് ഒഴിച്ച് കഴിക്കാനായിട്ട്. വേണ്ടെന്ന്. ഒരു തൈര് ഒഴിച്ച്. എടോ തന്നോടല്ലേ പറഞ്ഞു വേണ്ടെന്ന്. ഇവിടുന്ന് വന്നുണ്ട് ഈ പന്നി. അല്ലേ കുറച്ച് ചോറിട്, തൈര് കൂട്ടി കഴിക്കാം. തൊട്ടപ്പുറത്തെ അല്ലേത്ത് കഴിക്കടാ.
some vendakas, cut small pieces. Take onion, cut small pieces. Put jeera chatti, put it in the adupu. Put some coconut oil, put some kadugumanis, little karvepla, kadugara. Vendikya sambarile kepikya vellarikya, vendikya sambarile kepikya vellarikya. Manasai podi perugani bodiki perugani, manasai podi perugani bodiki perugani. Ariyilu padavalanga mukhaata murigakya, ariyilu padavalanga mukhaata murigakya. Unai kalamai unangamalane, unai kalamai unangamalane. Ayala koritadundu, kadimeen varutadundu, kadambulai tilvattal lattumeen varutadundu. Poolara mudila serumadi jorundu, poolara mudila serumadi jorundu. Ilikamayinde unangamalane, ilikamayinde unangamalane. ഓർക്കത്തി ആണെങ്കിൽ ഊർക്കേട്ട് വെച്ചാൽ മതി. അപ്പങ്ങളെമ്പാടും മുത്തച്ഛുതമായി അമ്മായി ചൂട്ടത് മരുമോനിക്കായി. അപ്പങ്ങളെമ്പാടും മുത്തച്ഛുതമായി അമ്മായി ചൂട്ടത് മരുമോനിക്കായി. അമ്മായി കൊച്ചമ്മായി മരുമോനെ വന്നമ്മായി കച്ചോടം പൊട്ടിയ പോവട്ടായി പോയി. അമ്മായി കൊച്ചമ്മായി മരുമോനെ വന്നമ്മായി കച്ചോടം പൊട്ടിയ പോവട്ടായി പോയി. അപ്പങ്ങളെമ്പാടും മുത്തച്ഛുതമായി അമ്മായി ചൂട്ടത് മരുമോനിക്കായി. കലങ്ങിയില്ല. കോഴിക്കറികൾ എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ് വിഷയം. ആദ്യമായി ചിക്കൻ മസാല. കോഴിയെ കയ്യിലെടുക്കുക. ഇനി മെല്ലെ ശ്വാസം അകത്തേക്ക് വലിക്കുക. കൈകൾ ഇരുവശത്തേക്ക് അകത്തുക. എന്നിട്ട് കാലുകൾ ഇരുവശത്തേക്ക് അകത്തുക. കഴുത്ത് മുകളിലേക്കും വീണ്ടും താഴേക്കും കൊണ്ടുവരിക. കാലുകൾ രണ്ടും തറയിൽ ഉറപ്പിച്ച് നിവർന്നു നിൽക്കുക. അതുപോലെ തലയും കഴുത്ത് ലൂസാക്കി കറക്കുക. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നതാണ് സ്വാദിഷ്ടമായ ചിക്കൻ. എത്ര കലാകാരികളുമാണ് നമുക്കുള്ളതല്ലേ. ഒരു കുറേ ക്ഷീണിച്ചു, എന്നാലും ഭംഗിയായി. ടീം കിച്ചൺ മ്യൂസിക്കിന് നന്ദി. അവസാനം മൊത്തത്തിലങ്ങ് കൊഴുപ്പിച്ച് കളറാക്കി തന്നതിന്. സ്നേഹപൂർവ്വം എല്ലാവർക്കും നന്ദിയും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് ഒരുമിച്ച് കൂടിയ ഈ ആഘോഷ സന്ധ്യയിലെ ഔദ്യോഗിക കലാപരിപാടികളെല്ലാം സമാപിച്ചിരിക്കുന്നു. ഇപ്പോൾ ഈ സ്നേഹസംഘമേളയെ ഒരു സ്നേഹവിരുന്നിലൂടെ പൂർത്തിയാക്കാൻ സമയമായിരിക്കുന്നു. എല്ലാവരെയും സാദരം ഭക്ഷണത്തിൽ പങ്കുചേരാൻ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഭക്ഷണം റെഡിയാണ്.